എല്ലാവർക്കും നമസ്കാരം. ഞാൻ അസ്ലക് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ 3 വർഷം MBBS വിദ്യാർത്ഥിയാണ്. 3 മാസം മുമ്പാണ് ഫോവിയ എന്ന് പറയുന്നൊരു സംരംഭം ആരംഭിക്കപ്പെടുന്നത്. ഫസ്റ്റ് ഇയർ MBBS യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടിയാണ് ഫോവിയ തുടങ്ങുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ എക്സാമിന് ചോദിക്കാൻ സാധ്യതയേറിയ എസ്സേ ടോപ്പിക്കുകൾ വീഡിയോ ഫോർമാറ്റിൽ ഒരു ആപ്പിലൂടെ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് സ്വന്തമായ അവരുടെ ഫ്രീ ടൈമിൽ അതിരുന്ന് കാണാനും പഠിക്കാനും സഹായമാകും എന്നുള്ള രീതിയിലാണ് ഫോവിയ തുടങ്ങിയത്. ഫോവിയ തുടങ്ങി 3 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് ഒരു വലിയ നന്ദിയാണ്. ഞങ്ങളുടെ ഇതൊരു വിജയമാക്കി മാറ്റിയ ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും ഒരു നന്ദി ആദ്യമേ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇനി എക്സാമിന് 1 മാസത്തിനടുത്തുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ. പ്രിപ്പറേഷൻ സീരിയസ് ആക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഫോവിയയിൽ ഈ 3 മാസങ്ങൾ കൊണ്ട് നിങ്ങൾ പറ്റുന്ന 3 എസ്സേ ടോപ്പിക്സ് ഓൾറെഡി കവർ ചെയ്ത് വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോകളെല്ലാം കണ്ടു തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്കുള്ള സമയം കൊണ്ട് മാക്സിമം കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 30 ഡേ പ്ലാൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോവിയ എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ആ പ്ലാനിൻ്റെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എക്സാം പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ ഫോവിയ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. ഒരു എക്സാം പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് കണ്ടൻറ്റും ടൈമുമാണ്, പിന്നെ നമ്മുടെ അവസ്ഥയുമാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമുക്ക് നല്ലോണം അറിയാം, വേറെ ആർക്കും അത് അറിയില്ല. ഇപ്പോൾ മോഡൽ എക്സാം കഴിഞ്ഞിരിക്കുന്നവരുണ്ടാവും, മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ മോഡൽ എക്സാമിന് എല്ലാവരും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇന്ന ചാപ്റ്റർ ഞാൻ കുറച്ചെങ്കിലും നോക്കിയിട്ടുണ്ട്, ഇന്ന ചാപ്റ്റർ ഞാൻ നോക്കിയിട്ടേ ഇല്ല നിങ്ങൾക്കറിയാം. ഇതിൽ നോക്കാത്ത ചാപ്റ്റേഴ്സിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കുക. കാരണം നിങ്ങൾ ഓൾറെഡി നോക്കിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചൊരു സ്പീഡിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമിന് ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ആദ്യമുള്ള എക്സാമിൽ ഇപ്പോൾ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി എന്നാണ് ഓർഡറെങ്കിൽ ബയോകെമിസ്ട്രിയാണ് ആദ്യം പഠിക്കേണ്ടത്. അതായത് എക്സാമിന് ദൂരം വരുമ്പോൾ ആദ്യം ബയോകെമിസ്ട്രി പഠിക്കുക, പിന്നെ ഫിസിയോളജി, പിന്നെ അനാട്ടമി. അങ്ങനെ പഠിക്കുമ്പോൾ എക്സാമോട് അടുക്കുമ്പോൾ നിങ്ങൾ അനാട്ടമി ആയിട്ടാണ് നിൽക്കുക. നിങ്ങൾക്ക് അനാട്ടമി പഠിക്കുകയും അനാട്ടമി എക്സാം എഴുതുകയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യാം. ഏറ്റവും ലേറ്റ് നടക്കുന്ന എക്സാമിന് ആദ്യം ഈ ഇത്രയും സമയമുള്ളത് കൊണ്ട് ആദ്യം അത് പഠിക്കുക, പിന്നീട് ഫിസിയോളജി ആണെങ്കിൽ ഫിസിയോളജി. അപ്പോൾ എക്സാം ഏതാണോ ഫസ്റ്റ് എക്സാം അതായിരിക്കണം നിങ്ങൾ ഏറ്റവും അവസാനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യാം. മറ്റൊരു കാര്യം, വിവരമുണ്ടാക്കി പഠിക്കാനുള്ള നേരം ഇനിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എക്സാമിന് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്. ഇപ്പോൾ ലൂമിനറുണ്ട്, സിസ്റോൺ ഉണ്ട്, ഒരുപാട് എസ്സേ സെലക്ഷൻ ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഫോവിയ ആപ്പിലുള്ള വീഡിയോസൊക്കെ അത് നോക്കി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ പഠിക്കുക. അതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മുടെ അടുത്തൊരു 30 ദിവസമൊക്കെ ഉള്ളൂ, അല്ല 1 മാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫോവിയയിൽ എല്ലാ വീഡിയോ കണ്ടു തീരുമോ? എല്ലാ വീഡിയോ കണ്ടു തീരുന്നതിലല്ല കാര്യം, ഈ എസ്സേ ടോപ്പിക്സ് കവർ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. ഫോവിയ ഇല്ലാത്ത ഒരു കുട്ടിയെക്കുറിച്ച് സങ്കല്പിക്കുക. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ എസ്സേ ടോപ്പിക് ഒറ്റയ്ക്ക് ഇരുന്ന് എഫേർട്ട് ഇട്ട് പഠിച്ചെടുക്കണം. അതിനും ഒരുപാട് സമയമെടുക്കും. ഫോവിയ ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരാൾ ഇമ്പോർട്ടൻ്റ് ആയ എസ്സേ ടോപ്പിക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അതിന് വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയ എസ്സേ ടോപ്പിക്ക് ഫോവിയ ഉള്ളൊരു കുട്ടിക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ കവർ ചെയ്യുന്നതുകൊണ്ട് ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു സമയ ലാഭമാണ്. ആ സമയ ലാഭമാണ് ഫോവിയ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. സമയലാഭം. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് കവർ ചെയ്യാം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം പാർക്കിൻസൺസ് ലോ എന്ന് പറയുന്നൊരു സംഭവമാണ്. അതായത് 80% മാർക്ക് വരുന്നത് 20% കണ്ടൻറ്റിൽ നിന്നാണ്. ആ 20% കണ്ടൻറ്റ് എടുത്തിട്ടാണ് നമ്മുടെ നാട്ടിലെ സെലക്ഷൻ ബുക്ക് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ സമയത്ത് ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങൾക്കറിയാത്ത ചോദ്യങ്ങൾ എക്സാമിന് വരിക തന്നെ ചെയ്യുമെന്ന് സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. ഉണ്ടാവും നിങ്ങൾ നോക്കാത്ത, നിങ്ങൾ ഇന്നേ വരെ കേൾക്കാത്ത, അയ്യോ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ എന്ന് എല്ലാവരും പറഞ്ഞതാണല്ലോ എന്നൊക്കെ ചോദിക്കുന്ന 1, 2, 3 ചോദ്യങ്ങൾ എന്തായാലും നിങ്ങളുടെ എക്സാം പേപ്പറിലുണ്ടാവും. അത് യൂണിവേഴ്സിറ്റി ടോപ്പറിനെ തീരുമാനിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. അത് കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തളരാൻ പാടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്ത് അയ്യോ ഇതെനിക്കറിയില്ല, അയ്യോ എൻ്റെ എക്സാം പോയി എന്ന് ചിന്തിക്കരുത്. അത്തരം ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ പോവുക. നിങ്ങൾക്ക് ജയിക്കാനുള്ള ചോദ്യങ്ങൾ അതിലുണ്ടാവും. നിങ്ങൾ പഠിച്ച, നിങ്ങൾ എഫേർട്ട് എടുത്ത് ഈ സെലക്ഷൻ ടോപ്പിക് ഏരിയസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആ പേപ്പറിലുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഏറ്റവും വൃത്തിയിൽ പ്രസൻറ്റ് ചെയ്യാം, പോയിൻ്റാക്കി എഴുതുക, വൃത്തിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, ഡയഗ്രാംസ് വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എക്സാമിൻ്റെ പ്രസൻറ്റേഷൻ സ്കിൽസ്. അത് വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റും. ഇത്രയാണ് എനിക്ക് പ്ലാനിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഓൾറെഡി നമ്മൾ 30 ഡേ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പേടിക്കരുത്, ടെൻഷൻ അടിക്കാതെ ഉള്ള സമയം വൃത്തിക്ക് ഉപയോഗിക്കുക. ഫോവിയയിലൂടെ നിങ്ങൾക്ക് നേടേണ്ടത് ആ സമയലാഭമാണ്.
അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കുക. ഒരു എസ്സേ ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഫോവിയയിൽ അതുണ്ടെങ്കിൽ അത് അതിന് തന്നെ കാണുക. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭമുണ്ട്. ആ സമയം കൊണ്ട് ബാക്കി ടോപ്പിക്കുകളോ ബാക്കി എസ്സേ ടോപ്പിക്സോ പഠിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് എടുക്കുക, റിസൾട്ട്സ് ഉണ്ടാവും. ഇനി നമുക്ക് പ്ലാനിൻ്റെ ഭാഗത്തേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ഫോവിയ എഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു 30 ഡേ പ്ലാനിങ്ങിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനും എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം പല ആൾക്കാർക്കും മോഡൽ എക്സാംസ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. പല ആൾക്കാർക്കും December 31 എക്സാം കഴിയുന്നത്. ചില ആൾക്കാർക്ക് January 1st വീക്കിലായിരിക്കും എക്സാം കഴിയുന്നത്. പല കോളേജസിൽ കുട്ടികളോട് ഡിസ്കസ് ചെയ്തപ്പം അവർക്ക് പല ഡേറ്റിലാണ് എക്സാംസ് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡേറ്റിന് പകരം ഡേ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, Day 1. അപ്പം ഇപ്പം പ്രിപ്പറേഷൻ തുടങ്ങിയ കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പം ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ തുടങ്ങിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അവൻ്റെ Day 1. എന്നാൽ അങ്ങനെയാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്, ഡേറ്റിന് പകരം ഡേ ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ടേബിൾ മൊത്തമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 30 ഡേ കൊണ്ട് മുഴുവൻ ടോപ്പിക്സും തീരും എന്ന രീതിയിലാണ് ഈ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഈ ഷെഡ്യൂൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എങ്ങനെ 30 ഡേ കൊണ്ട് മുഴുവൻ തീരും. അപ്പം എല്ലാവരും ഈ ഒരു ടൈം ടേബിളിൽ സ്റ്റിക്ക് ചെയ്യണം എന്നൊന്നും ഞങ്ങൾ നിർബന്ധം പറയില്ല. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. കാരണം ഫസ്റ്റ് വീക്കിൽ അപ്പർ ലിംബാണ്, നമ്മൾ ഈ UL എന്ന് ഉദ്ദേശിക്കുന്ന അപ്പർ ലിംബാണ് ഫസ്റ്റ് ഡേയിൽ ഇപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ ചില ആൾക്കാർ ഹെഡ് ആൻഡ് നെക്ക് ആയിരിക്കും ആദ്യം പഠിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഈ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടോപ്പിക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. അത് നിങ്ങളുടെ പേഴ്സണൽ ഇതാണ്. കാരണം അപ്പർ ലിംബ് നന്നായിട്ട് പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്രത്തോളം 5 ഡേ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല. എന്നാൽ തീരെ പഠിക്കാത്തൊരു കുട്ടിക്ക് എത്ര ഡേയ്സും ഇതിൽ കൂടുതൽ ഡേയും വേണ്ടി വന്നേക്കാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ രൂപത്തിലനുസരിച്ച് ഈ ടൈം ടേബിളും ഈ ഷെഡ്യൂളൊക്കെ മാറ്റാം. ഞങ്ങളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫോവിയ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് 1 മന്ത് കൊണ്ട് ടോപ്പിക്സുകളെല്ലാം തീർക്കാം എന്നതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ തീർക്കാം എക്സാമിന് മുമ്പേ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരും അത്രത്തോളം പേടിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കുറച്ച് സ്പീഡ് കൂട്ടണം, നമ്മളെ പഠിത്തത്തിൻ്റെ സ്റ്റൈലിന് കുറച്ച് സ്പീഡ് കൂട്ടണം. നമ്മളിപ്പം പല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ഒരു എസ്സേ ടോപ്പിക്കൊക്കെ ആയിരുന്നു തീർന്നിരുന്നത്. ഒരു ദിവസം മുഴുവൻ എടുത്താൽ ചിലപ്പോൾ ഒരു എസ്സേ ടോപ്പിക്ക് തീരുള്ളൂ. അത്രയും സ്ലോ ആയിട്ട്, അത്രയും നമ്മൾ ഡീപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് പഠിക്കാനിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു എസ്സേ ടോപ്പിക്ക് അല്ലെങ്കിൽ 2 എസ്സേ ടോപ്പിക്കൊക്കെ തീരുക, മാക്സിമം 3, അങ്ങനെയൊക്കെ ഒരു രൂപത്തിലായിരുന്നു പോയിരുന്നത്. അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവസാനമാകുമ്പോഴത്തേന് കുറേ ടോപ്പിക്സുകൾ നമ്മൾ പഠിച്ച് തീർത്തിട്ടുണ്ടാവില്ല. അവസാനം ഒരു ഹറി സ്പീഡാക്കിയിട്ട് തീർക്കുന്ന അവസാന ഡേയിൽ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ ആ ഷോർട്ട് ടേം മെമ്മറിയിൽ നമുക്ക് എന്തൊക്കെയോ നമ്മൾ കയറ്റും, എക്സാമിന് പോയി അത് വന്നാൽ, ആ ക്വസ്റ്റ്യൻ വന്നാൽ രക്ഷപ്പെട്ട് പാസ്സായി എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പോകുന്നൊരു രൂപത്തിലാണ് പൊതുവേ നമ്മുടെ ഒരു സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഇവിടെ എൻഡോക്രൈനോളജി, കുഷിംഗ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്, ഒരു എസ്സേ ടോപ്പിക്ക് പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ കാണുന്നു. ആ വീഡിയോയിൽ അത്യാവശ്യം എല്ലാ ബുക്കും റെഫർ ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ്റ് വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു ഇൻ യുവർ റീജിയണൽ ലാംഗ്വേജ്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു നിങ്ങളുടേതായ ഒരു സീനിയർ തന്നെ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആ എക്സ്പ്ലെയിൻ ചെയ്തു തന്ന സാധനം നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. അതോടൊപ്പം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ നോർമലി കുഷിംഗ് സിൻഡ്രോം പഠിക്കാനെടുത്ത ടൈമും അതിനുവേണ്ടി നിങ്ങൾ റെഫർ ചെയ്യാനെടുത്ത ടൈമും, നമ്മളിപ്പം പല ബുക്കുകളായിരിക്കും. ചില ആൾക്കാർ ഗീത വായിക്കുന്നവരുണ്ടാകും, GK പാല് വായിക്കുന്നവരുണ്ടാകും, പല പുസ്തകങ്ങൾ വായിക്കുന്നവരായിരിക്കും. ചിലപ്പം ചെറിയ ബുക്കുകൾ, ചെറിയ ഫിസിക്കോൺ, അങ്ങനെ ജോളിയെ പോലത്തെ ബുക്കുകൾ വായിക്കുന്നവരുണ്ടാകും. അപ്പം പല രൂപത്തിലായിരിക്കും കണ്ടൻറ്റുകളുടെ പ്രസൻറ്റേഷൻ ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, നിങ്ങൾക്ക് കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാകില്ല, നിങ്ങൾ കാണാപ്പാഠം പഠിച്ചൊരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടാകും, പല ഫിഗേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഒരു എസ്സേ ടോപ്പിക് എന്നുള്ള രീതിയിൽ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരുപാട് ടൈം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് പകരം നിങ്ങൾ ആ വീഡിയോ കണ്ട് കൺസെപ്റ്റ് ക്ലിയറായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്ന ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നു, കൺസെപ്റ്റ് ക്ലിയർ ആവുന്നു, എന്ത് ചെയ്യുന്നു, ആ ടോപ്പിക്ക് അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നു. പിന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് റിവൈസ് ചെയ്യാന്നുള്ളൊരു കടമ്പ കൂടി അവിടെ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ തീർക്കുമ്പോൾ ഒരുപാട് ടൈമും കിട്ടും, കൺസെപ്റ്റും നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ഓരോ ടോപ്പിക്ക് തീർക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ ഒരു ഫസ്റ്റ് ഡേയിലുള്ളൊരു ഇത് നോക്കുമ്പം അപ്പർ ലിംബ് വീഡിയോ 1 to 5, ഇവിടെ ഇപ്പം നിങ്ങൾ ആ മുഴുവൻ വീഡിയോ കാണുക എന്നുള്ളതല്ല, അത്രയും ടോപ്പിക്സുകൾ കവർ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതോടൊപ്പം ഒരു ഹിസ്റ്റോളജി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേൺ, ആദ്യമായിട്ട് ഇപ്പം CBME കരിക്കുലത്തിൽ ഒരൊറ്റ എക്സാമാണ് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു പാറ്റേൺ പ്രകാരം ഒരു 200 മാർക്കിൽ അനാട്ടമിയിൽ 24 മാർക്കിന്
ഹിസ്റ്റോളജി വന്നിട്ടുണ്ട്. അത്രയും ഒരുപാട് വെയിറ്റേജ് ഹിസ്റ്റോളജിക്ക് ഉണ്ടായിരുന്നു. പൊതുവേ നമ്മൾ 100 മാർക്കിൻ്റെ എക്സാമിന് 2 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിച്ചിരുന്ന സാധനം വലിയ വലിയ മാർക്കിന് ഹിസ്റ്റോളജി ചോദിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോളജി എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാം കൂടിയായിട്ട് ഒരു ദിവസം കുത്തിരുന്ന് പഠിക്കണോ? ഇപ്പോൾ പല ഹിസ്റ്റോളജി ഒരുപാട് അല്ലേ, ഒരുപാട് ടിഷ്യൂസും കാർട്ടിലേജ്, സലൈവറി ഗ്ലാൻഡ് എല്ലാം കൂടി ഒറ്റ ദിവസം ഹിസ്റ്റോളജിക്കായിട്ട് മാറ്റി വെക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ തീർത്ത് പോകുന്നതാണോ നല്ലത്? അല്ലേ, ഒരു ടോപ്പിക്ക് ഒരു ദിവസം ചടച്ചിരിക്കുന്ന സമയത്ത് IBCing കയ്യിൽ വെക്കുക, അതുപോലെ നിങ്ങളുടെ ഹിസ്റ്റോളജി റെക്കോർഡും കയ്യിൽ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല ചിത്രം അല്ലേ, ചിത്രങ്ങൾ നോക്കുക, ഒന്നിങ്ങനെ അത് വരയ്ക്കാൻ വേണ്ടി പഠിക്കുക, അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വായിക്കുക. അല്ലേ, അത് നിങ്ങൾ ഇങ്ങനെ വലിയ എസ്സേ പോലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് ആ ചിത്രത്തിനാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻസ്, ആ ഫിഗറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ റെക്കോർഡിൽ വരച്ച ഫിഗറും അതിൻ്റെ കൂടെ നിങ്ങൾ എഴുതിയ പോയിൻറ്റ്സും, പിന്നെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇപ്പോൾ സലൈവറി ഗ്ലാൻഡിൻ്റെ ഒക്കെ സെക്ഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോളജി പറയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് പറയാനുണ്ടാകും, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വായിക്കുക. ഇങ്ങനെ പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോവിയ വീഡിയോ കാണുന്നു, റെസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഹിസ്റ്റോളജി ഫോണിൽ PDF ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ IBCing ടെക്സ്റ്റ് ബുക്ക് ആയിട്ടോ നിങ്ങൾ നോക്കുന്നു. അപ്പോൾ ഒരു കംപ്ലീഷൻ കിട്ടും. മൊത്തം കഴിയുമ്പോൾ തന്നെ 30 ഡേ കഴിയുമ്പോൾ തന്നെ എല്ലാ ഹിസ്റ്റോളജി സെക്ഷൻസും ഒരു വട്ടമെങ്കിലും നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ആ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കിപ്പം ഫിസിയോളജി നോക്കുകയാണെങ്കിൽ ഈ ബ്ലഡിൻ്റെ 3 വീഡിയോ എന്നൊക്കെ പറയുന്നത് വളരെ കുറഞ്ഞ ടൈം മതി, 1 hour അല്ലെങ്കിൽ 45 മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് തീർക്കാൻ കഴിയും. അത് സ്പീഡ് കൂട്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ആകെ 2 ഡേ മതി ബ്ലഡ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തീർക്കാൻ. ആ ബ്ലഡ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് തീരുന്നതോടൊപ്പം തന്നെ അപ്പർ ലിംബിലെ കുറേ എസ്സേസ്, പിന്നെ ലിപ്പിഡ് ഇൻട്രൊഡക്ഷൻ, ലിപ്പിഡിലെ 2 എസ്സേ, അങ്ങനെ ഒരുപാട് എസ്സേ ടോപ്പിക്സുകൾ, ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ 3 സബ്ജക്ട്സൊന്നുമായിട്ട് തീരാന്ന് പറയുമ്പം തീർക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, പഠിക്കുകയാണ്. നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ പഠിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോംബോ ലേണിംഗ് പാറ്റേൺ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 30 ഡേ ഷെഡ്യൂളിൽ ഒരു കോംബോ ലേണിംഗ് പാറ്റേൺ ആണ് എടുത്തിട്ടുള്ളത്. എന്താ ഈ കോംബോ ലേണിംഗ് എന്ന് പറയുന്നത്? ഇതെല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണെന്നൊന്നും പറയുന്നില്ല. കാരണം കോംബോ ലേണിംഗ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ ആയിരിക്കും, ചില ആൾക്കാർ പ്ലാൻ ഇട്ടിട്ടുണ്ടാകുക. ആദ്യത്തെ 10 ഡേയ്സ് അനാട്ടമി, പിന്നെ സെക്കൻഡ് 10 ഡേ ബയോകെമിസ്ട്രി, പിന്നെ 10 ഡേയ്സ് ഫിസിയോളജി, ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടാകും. ഈ 10 ഡേ അവൻ അനാട്ടമി മാത്രം നോക്കും, ഈ 10 ഡേ അവൻ ഫിസിയോളജി മാത്രം നോക്കും, ഈ 10 ഡേ അവൻ ബയോകെമിസ്ട്രി മാത്രം നോക്കും. ഇങ്ങനെ പ്ലാൻ ഇട്ടവരുണ്ടാകും. അവരെ കുറ്റം പറയല്ല, അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഈ അനാട്ടമി പഠിച്ചിട്ടുണ്ടാകും, ഇത് ഫുൾ അവൻ റെഡി ആയിരിക്കും. അനാട്ടമി എക്സാം ചിലപ്പം, അല്ലെങ്കിൽ ഇവിടെ ഈ ബയോകെമിസ്ട്രി മൊത്തം പഠിച്ചു, എന്നിട്ട് അവൻ്റെ ബയോകെമിസ്ട്രി എക്സാം ഉണ്ടാകുക ലാസ്റ്റ് വീക്കിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് വീക്കിലാണെങ്കിൽ ലാസ്റ്റ് എക്സാം ആണെന്ന് വിചാരിക്കാം. അവന് ഇവിടെ ഈ 10 ഡേയ്സ് പഠിച്ച സാധനം ഇവിടെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? പല ആൾക്കാർക്കും അവിടെ ഓർമ്മ ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഏതൊക്കെ എസ്സേ ടോപ്പിക്സുകൾ നമ്മൾ പഠിക്കുന്നു, അതൊക്കെ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് ഓർക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾ എടുക്കേണ്ട ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ കോംബോ ലേണിംഗ് എന്ന് പറയുമ്പം ആദ്യം അനാട്ടമി ഒരു ഡേയിൽ നമ്മളൊരു 6 hour പഠിക്കാനിരിക്കുകയെന്ന് വിചാരിക്കാം. 6 hour കുറച്ച് സ്പീഡ് കൂട്ടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റഡി ലീവാണ്, ഫുൾ ഡേ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഹവറിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഓരോരുത്തരനുസരിച്ചായിരിക്കും. അതിൽ നമ്മൾ 3 parts ആക്കി എടുക്കുന്നു. ഈ 3 part എന്ന് പറയുമ്പം അതിൽ പ്രൈമറിയായി നമ്മൾ പഠിക്കുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അനാട്ടമിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും ആദ്യ 10 ഡേയിൽ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രൈമറി സബ്ജക്റ്റ് അവിടെ ഉണ്ടാകും. അതോടൊപ്പം സെക്കൻഡറി ആയിട്ട് 2 സബ്ജക്റ്റുകളും ഉണ്ടാകും, ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും. അപ്പം ആ 10 ഡേയ്സ് അല്ലെങ്കിൽ നിങ്ങൾ ആ അനാട്ടമി പഠിക്കുന്ന ആ ടൈമിൽ നിങ്ങൾ അനാട്ടമി വീഡിയോസ് കാണുന്നു ഷെഡ്യൂൾ പ്രകാരം. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്യാപ്പിൽ ഹിസ്റ്റോളജി നോക്കുന്നു. പിന്നെ നിങ്ങൾ ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും വീഡിയോസ് കാണുന്നു. മനസ്സിലായോ? നിങ്ങൾ അത്രയും ടോപ്പിക്സ് അവിടെ കവർ ചെയ്യുന്നു. നിങ്ങളൊരിക്കലും ഫിസിയോളജി മറന്നു പോവുക അല്ലെങ്കിൽ ബയോകെമിസ്ട്രി മറന്നു പോവുകയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിലെ ടോപ്പിക്സുകൾ അവിടെ ബാലൻസ് ആയി വെക്കുകയോ ചെയ്യുന്നില്ല. അതിന് പകരം നിങ്ങൾ 3 സബ്ജക്ട്സിനും ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്ന രൂപത്തിൽ പോവുകയാണ് ചെയ്യുന്നത്. അതിങ്ങനെ ഓരോ ഡേ അനുസരിച്ച് നിങ്ങൾക്ക് സബ്ജക്റ്റിൽ നിങ്ങളേതനുസരിച്ചിട്ടുള്ള വേരിയേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ഫോവിയയിൽ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ്. എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന വീഡിയോസ് കണ്ടോ, ഇത്രയും ഇപ്പോൾ അപ്പർ ലിംബിലെ 5 വീഡിയോസ്, അല്ലെങ്കിൽ ബ്ലഡിലെ 3 വീഡിയോസ്, അല്ലെങ്കിൽ CVSലെ 3 വീഡിയോസ്, അല്ലേ? ഒരു ദിവസം 3 വീഡിയോസ് കാണാനുള്ളൂ. ഈ 3 വീഡിയോസിലെ
കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോവിയ ആപ്പിൽ തന്നെ വാട്സാപ്പിൻ്റെ ഒരു ക്ലോൺ ഉണ്ട്. ആ ഗ്രൂപ്പ്സിൽ നമ്മൾ ഫോവിയ ആപ്പിലെ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഇടും. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കുന്നു, ആൻസർ നിങ്ങൾ തന്നെ ആലോചിക്കുന്നു, ഓക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നൈറ്റിൽ നമ്മൾ ഇടുകയും ചെയ്യും. ഇനി ഓരോ 5 ഡേ കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഒരു ഷെഡ്യൂൾ ഇട്ടിട്ട് ഞങ്ങളുടെ പാട്ടിന് പോകാൻ പാടില്ലല്ലോ. ഓരോ 5 ഡേ കഴിയുമ്പോഴും ഒരു ഇവാലുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൈവ് സെഷൻ ഉണ്ടാകും. ഈ ലൈവ് സെഷനിൽ കുറച്ച് എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ടോപ്പേഴ്സ് വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന 5 ഡേയ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റി. നിങ്ങളിപ്പോൾ ഫസ്റ്റ് 5 ഡേ ഒക്കെ ആകുമ്പോൾ നിങ്ങളിങ്ങനെ മെല്ലെ ആയിരിക്കും പോവുക. ആ സ്പീഡ് മതിയോ ഇനിയുള്ള ഡേയ്സിൽ, അതെങ്ങനെ നമ്മൾ മാറ്റണം, അതിനുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സെഷനും ഉണ്ടാകും. ആ രൂപത്തിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസും നമ്മുടെ വീഡിയോസും ഉണ്ടാകുക. അപ്പം 30 ഡേയ്സിലുള്ള Foveaedge എന്ന് പറയുന്ന ഈ കോഴ്സ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന രൂപത്തിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം ഓൾറെഡി വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മറ്റു കോളേജസിലെ സ്റ്റുഡൻസ്, എല്ലാ കോളേജസിലെ സ്റ്റുഡൻസിനും ഇപ്പം അപ്പർ ലിമ്പൊക്കെ ഫുൾ വീഡിയോസ് കണ്ടു കഴിഞ്ഞ കുട്ടികളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേറെ ടോപ്പിക്സുകൾ പഠിക്കാൻ പറ്റും. വീഡിയോ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി, നോട്ട്സ് നോക്കിയാൽ മതി, റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് സമയം നിങ്ങൾക്ക് അവിടെ ലാഭമുണ്ട്. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് തീരെ അറിയാത്ത ടോപ്പിക്സുകൾ നിങ്ങൾ നോക്കുക. ഇനി വീഡിയോ ഒന്നും കാണാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു രൂപത്തിൽ ഈ ഷെഡ്യൂളിനെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി, മാക്സിമം സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബാലൻസ് വരുന്ന ടോപ്പിക്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചില ദിവസങ്ങളിൽ നമ്മളൊരു ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. ബാലൻസ് ഉള്ള ടോപ്പിക്സ് അന്ന് കാണാം. പിന്നെ നിങ്ങളോടൊപ്പം ഒരു മെൻറ്റർ ഉണ്ടാകും. ഈ വീഡിയോ കാണണോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ എക്സ്ട്രാ ആയിട്ട് പഠിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഒരു മെൻറ്റർ നിങ്ങളെ കൂടെ ഉണ്ടാകും. ഇത്രയാണ് Foveaedgeലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ്. താങ്ക് യു.